ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ ലിപ്സ്റ്റിക് റിവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ഹോൾ വീഡിയോനേക്കാളും കുറച്ചുകൂടെ ഞാൻ ഒരു ഡെയിലി ബേസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഉണ്ട്, ന്യൂഡ് ബ്രൗൺ ലിപ്സ്റ്റിക്സ് ഉണ്ട്. അതിൻ്റെ ഒരു റിവ്യൂ ആണ്, യൂസ്ഡ് റിവ്യൂ ആണ്. കാരണം ഞാൻ ഇതിൻ്റെയൊക്കെ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ കൂടിയിട്ടില്ല. പക്ഷേ അത് ജസ്റ്റ് നമ്മൾ ആ ഒരു ചിലത് മാത്രമേ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അൺബോക്സ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫസ്റ്റ് ടൈം ഒരു നമുക്ക് ആ ഒരു കാണുമ്പോഴുള്ള ഒരു എന്താ പറയുക ഷെയ്ഡിനെ പറ്റിയും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രാവശ്യം ഇടുമ്പോൾ ഉള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട്, അതായത് ഇപ്പം ഞാൻ ഡെയിലി ബേസിൽ ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസം ഓരോ ഷെയ്ഡ്സ് ഏകദേശം സിമിലർ തന്നെയായിരിക്കും, ബ്രൗൺ ആണ്. പക്ഷെ എന്നാലും ഓരോന്നിൻ്റെ ആ ഒരു എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്നത്തേത് എന്ന് പറഞ്ഞാൽ. കൂടെ ഞാൻ പ്രൈസും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ ഷെയ്ഡ്സും പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ലിപ്സ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയമുള്ളതായിരിക്കും, വീഡിയോസ് മുമ്പ് കണ്ടിട്ടുള്ളെങ്കിൽ അറിയുന്നതായിരിക്കും. ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ്. ഇതെല്ലാം ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോണിലാണ് കേട്ടോ. ഞാൻ ഇതുപോലെയുള്ള നമ്മുടെ സ്കിൻ കെയറും അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഞാൻ മെയിനായിട്ട് വാങ്ങുന്നത് ആമസോൺ, അല്ലെങ്കിൽ അങ്ങനെയാണ് കൂടുതൽ ആമസോൺ, ഫ്ലിപ്കാർട്ടാണ്. കൂടുതലും ഇതുപോലെയുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സസ് വാങ്ങുന്നതാണ് മീഷോന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്, നമുക്ക് ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാണിക്കാൻ കേട്ടോ. ഇപ്പം എൻ്റെ ഏറ്റവും റീസെൻറ്റ് ഫേവറേറ്റ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ. ഇത് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോഴും ഞാൻ വേറെ ഏത് ബ്രാൻഡിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒറ്റ ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ആകെ ക്രയോൺ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് പറഞ്ഞാൽ മാസിൻ്റെ ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. റേറ്റ് ഏകദേശം ഒരു 210 റേഞ്ചിലായിരുന്നു ഞാൻ വാങ്ങിയപ്പോൾ ഉണ്ടായത്. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും പുതിയ റേറ്റാണ് ഇപ്പം പറയുന്നത് ആമസോണിലുള്ളത്. 218 ആ റേഞ്ചിൽ തന്നെയായിരുന്നു കേട്ടോ ഇതുള്ളത്. ഇത് ഞാൻ എന്താ പറയുക ഇടയ്ക്കിടെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പം ഒരുപാട് തവണ യൂസ് ചെയ്തു. ഏറ്റവും അടിപൊളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇത് വരുന്നത്, ഒരു ക്രയോൺ ആണ്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്നറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏതാണോ കളർ സെയിം കളറാണ് കേട്ടോ. എൻ്റെ സ്കിൻ ടോണിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സെയിം കളറാണ്. പിന്നെ ക്രയോൺ ആണ്, നമ്മൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര ഈസി ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഭയങ്കര ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് അപ്പം അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട്. പിന്നെ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ സ്മഡ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, അല്ലെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, 12 hours ഒക്കെ സ്റ്റേ ചെയ്യുന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 12 hours ഇല്ലെങ്കിലും നിയർലി ഒരു 8 hours ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ റീഅപ്ലൈ ഒന്നും ചെയ്യാതെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടുണ്ട്, വെള്ളം കുടിച്ചിട്ടുണ്ട്. അതിൻ്റെ സമയത്തൊക്കെ ജസ്റ്റ് ഒരു ചെറിയതായിട്ടൊരു കളറൊക്കെ ഒന്ന് ഇതാവുന്നുണ്ടെങ്കിലും അങ്ങനെ എന്താ പറയുക പോയതായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഇട്ടിട്ട് പോയപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേതാ ഷെയ്ഡ് എന്ന്. അപ്പം ഇതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഇൻസൈറ്റിൻ്റെ ജോയ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 89 റുപ്പീസേ ഉള്ളൂ കേട്ടോ ആമസോണിൽ നിന്ന്. അപ്പം ആമസോണിൽ നിന്ന് ഓരോന്ന് വാങ്ങുമ്പോൾ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് കിട്ടാൻ ചാൻസ് ഇല്ല. നമ്മൾ എല്ലാം കൂടെ ഒരു 1000 എബോ ഒക്കെ വാങ്ങുമ്പോൾ അതിലൊരു 600 എബോ ഒക്കെ വാങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രീ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അപ്പം ഞാൻ കൂടുതലും അങ്ങനെയാണ് കേട്ടോ വാങ്ങുന്നത്. ഒറ്റ ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന കുറവാണ്, എല്ലാം കൂടെ ഒരു റേറ്റിൻ്റെ ഐറ്റമാണ് ഞാൻ പർച്ചേസ് ചെയ്യാറ്. ഇതും ഇതുപോലെ തന്നെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അപ്പോൾ കുറച്ചധികം ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. 12 hours ഒന്നുമല്ല, ഒരു 8 hours ഇതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക ലിപ്പിൽ അതുപോലെ തന്നെ നിൽക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ
പിന്നെ ഇത് കുറച്ചുകൂടെ വെയിറ്റ് തോന്നിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് കേട്ടോ. ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളിപ്പം ലിപ്പിൽ ചിലതൊക്കെ ഒട്ടും വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നും. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇത് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ലിപ്പിൽ വെയിറ്റ് ഉള്ളതുപോലെ തോന്നിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഷെയ്ഡ്. ഈ സെക്കൻഡ് വൺ ആണ്. ഏകദേശം എല്ലാം സിമിലർ ഷെയ്ഡ്സ് തന്നെയാണ് വരുന്നത്. അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഒരു ന്യൂഡ്, ഒരു ബ്രൗൺ തന്നെയാണ് വരുന്നത്. എല്ലാ സ്കിൻ ടോണുകാർക്കും അടിപൊളിയാകും തോന്നുന്നു. അപ്പം നമ്മുടെ തേർഡ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇത് ബ്ലൂ ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ജിഞ്ചർ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതും ഞാൻ ഇതുപോലെ തന്നെ വാങ്ങിയിട്ട് കുറച്ച് നാളായി, അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതും ഒരു ബ്രൗൺ ഷെയ്ഡ് തന്നെയാണ്. മാറ്റ് ഫിനിഷ് ആണ്, ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഒരുപാട് സമയം സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. നിയർലി ഒരു 6 hours അല്ലെങ്കിൽ ഒരു 4 to 6 hours ഒക്കെ സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ഒന്നുകൂടെ വേണമെങ്കിൽ റീഅപ്ലൈ ചെയ്താൽ 12 hours വരെയും നിൽക്കും കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ വെയിറ്റ് തോന്നിക്കുന്നില്ല. നമ്മുടെ ആ ലിപ്പിലിടുമ്പം ഭയങ്കര വെയിറ്റ്ലെസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. കൂടെ ആ ഒരു കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഒരു റെഡ് കൂടിയൊരു ഷെയ്ഡാണ്. ഇപ്പോൾ അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 118 ആണ് കേട്ടോ ആമസോണിൽ. നല്ല അഫോർഡബിൾ തന്നെയാണ്. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസൈറ്റിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് കോഫി കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ സ്മെല്ലാണ് എന്താ പറയുക, ഒരു ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ. ശരിക്കും ഒരു ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് ഇതിൽ. നമ്മുടെ ചോക്ലേറ്റിൻ്റെ മെലഡി ഒക്കെ ഇല്ലേ, മെലഡീൻ്റെ ഒക്കെ സ്മെല്ല് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതും സെയിം ആണ്, 89-90 റേഞ്ചിൽ തന്നെയാണ്. ഇതും ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ലോങ് ലാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചൊരു നമ്മുടെ ആ ഒരു ലിപ്പിൽ ഇട്ടാൽ കുറച്ചൊരു വെയിറ്റ് ഉള്ളതുപോലെ തോന്നും. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ വാട്ടർ പ്രൂഫാണ്, സ്മഡ് പ്രൂഫാണ്, അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. ഒക്കെ തന്നെയാണ്. ഇതും നല്ല അടിപൊളി ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. അടിപൊളി ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം നമ്മുടെ അടുത്തത് എന്ന് പറയുന്നത് ഈ ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതും ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഡാസ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നന്നായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് കൂടിയാണ്. എന്താ പറയുക, ഹേസൽനട്ട് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. DLC 025 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 185 ആയിരുന്നു കേട്ടോ. ഞാനിപ്പം നോക്കിയപ്പം 200 ബിലോ ആയിരുന്നു വാങ്ങിയപ്പോഴും. അപ്പം ഇതെന്ന് പറഞ്ഞാലും ഒരു ബ്രൗൺ ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഇത് എന്താ പറയുക, ഒരു സ്മെല്ല്, ഒരു സിറപ്പിൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. പക്ഷെ നമ്മൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ വന്നിട്ടുള്ളത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഇട്ടിനെയും തോന്നുകയില്ല. ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഒരു കോട്ടിന് പകരം ഒന്നുകൂടെ ഒരു കോട്ട് ചെയ്തിട്ട് പോയാൽ നമുക്കൊരു 6 hours 8 hours ഒക്കെ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതും ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ്, റീസെൻറ്റ് ഫേവറേറ്റ് ആണ്. ഇതാണ് കേട്ടോ ഷെയ്ഡ്. അപ്പം നമ്മുടെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ഹെവൻ ബ്രാൻഡിൻ്റെ ആണ്. ഇതൊരു ഗാർണറ്റ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാണിച്ച ബ്രൗണിൽ കുറച്ചുകൂടെ ഒരു റെഡിഷ് ടോണോ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്കൊരു പാർട്ടി വെയർ ഒരു ടോണായിട്ട് തോന്നിയിട്ടുള്ള എനിക്കിതാണ് കേട്ടോ. കുറച്ചുകൂടെ ഒരു റെഡാണ്, കുറച്ച് എന്താ പറയുക, കുറച്ചധികം ഒരു റെഡിഷ് ബ്രൗൺ ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ സ്കിന്ന്, നമ്മുടെ ലിപ്പിലിട്ടാൽ അടിപൊളിയാണ്. റേറ്റ് 118 ആണ് കേട്ടോ. ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര വെയ്റ്റ്ലെസ് ആണ്. ലിപ്പിൽ അപ്ലൈ ചെയ്താൽ വാട്ടർ പ്രൂഫാണ്, സ്മഡ് പ്രൂഫാണ്, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല കളറാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ സ്കിൻ ടോണിനും മാച്ച് ആവുന്ന കളർ കൂടിയാണ്. പിന്നെ ഈ ബ്ലൂ ഹെവനൊക്കെ 6 ml ആണ് കേട്ടോ ഈ ഒരു ബോട്ടിലുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് നാളൊക്കെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം നമ്മൾ എന്താ പറയുക, ഓണത്തിന് ഒരുങ്ങുമ്പം നമുക്ക് നല്ല നല്ല ലിപ്സ്റ്റിക്കുകൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഒരു മേക്കപ്പൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാമല്ലോ. അപ്പം നിങ്ങൾക്കും ഇതിൽ ഏതെങ്കിലും ഷെയ്ഡ്സൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.